നമസ്കാരം കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സോസേജ് ബിരിയാണിയാണേ. പിന്നെ സാധാരണ എല്ലാ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെ സവാള വഴറ്റണം, അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് അത് നല്ലപോലെ വഴറ്റിയിട്ട് മസാലയെല്ലാം ചേർക്കണം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല അത്രയാണ് ഞാൻ ചേർത്തത് കേട്ടോ. ഗരം മസാല നമ്മുടെ സോസേജ് കുട്ടന്മാരെ എല്ലാ സമയം കൊണ്ട് നന്നായിട്ട് അരിഞ്ഞു വെച്ചു. എന്നിട്ട് മസാല എല്ലാം നല്ലപോലെ വഴന്ന് കഴിയുമ്പോൾ നമ്മുടെ ഈ സോസേജും കൂടെ അതിനകത്തേക്ക് ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ബിരിയാണി ആയതുകൊണ്ട് ഞാൻ ചോറും റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ചോറ് ഞാൻ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും തിളച്ച് അത് ഊറ്റി എന്നിട്ട് നമ്മൾ ഈ മസാലയെല്ലാം കൂടെ അതിനകത്തേക്ക് മിക്സ് ചെയ്യുവാണേ. അപ്പോൾ നമ്മുടെ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. സോസേജും അതിൻ്റെ മസാലയും സോസേജും എല്ലാം നല്ലപോലെ മിക്സായി റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ കുറച്ചായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുകയാണ്. ആദ്യം ഒരു ലെയറായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ആദ്യം ഒരു ലെയർ ചോറിട്ടു, പിന്നെ അതിനകത്ത് സോസേജ് ഇട്ടു, റൈസ് ഇട്ടു, അങ്ങനെ മിക്സാക്കി വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ വിളമ്പുന്ന സമയത്ത് അത് എല്ലാം കൂടെ ആ മസാലയും സോസേജും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് കഴിക്കാം കേട്ടോ. ഞാനപ്പം എൻ്റെ സോസേജിൻ്റെ ഫൈനൽ സ്റ്റേജ് ഇതാണ്. അപ്പം മോന് സോസേജ് ബിരിയാണി കൊടുത്തു, കുഴപ്പമില്ല, നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഇടയ്ക്ക് വല്ലപ്പോഴും എപ്പോഴും ചിക്കനൊക്കെ അല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.